എടുത്ത വായ്പയിൽ 4000 കോടിയോളം തിരികെ കൊടുക്കാനുള്ളപ്പോൾ വീണ്ടും 2000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ക്ഷേമ പെൻഷന് പണം വേണം. സഹകരണ ബാങ്കുകളോട് കൈനീട്ടാനാണ് പിണറായി സർക്കാരിന്റെ പരിപാടി. ക്ഷേമ പെൻഷൻ ഭിക്ഷയാണ് എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്ന ഭയം പിണറായി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷുക്കാലത്ത് എങ്ങനെയെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വായടപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നത്. ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ. 9.1% പലിശ. 1.5 വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്. നേരത്തെ വാങ്ങിയ 4000 കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട്. ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നത് എങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം 2000 കോടിയും പിന്നീട് 1500 കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ രണ്ടാം തവണ 500 കോടി രൂപ പോലും കണ്ടെത്താനായില്ല. പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി 24,000 കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത്. ഇതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് 2 തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ല എങ്കിലും മൂന്നാമത്തെ വീണ്ടുമുള്ള നീക്കം. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജരും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം. പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട്. 12 മാസമാണ് വായ്പാ കാലാവധി. ഇതിന്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിലാണ് ക്രമീകരണം. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനം പ്രതികരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തുന്നത്. റംസാൻ, വിഷു, ഈസ്റ്റർ തുടങ്ങിയ പുണ്യനാളുകളിൽ പോലും ജനങ്ങളെ സർക്കാർ അർത്ഥപട്ടിണിയിലേക്ക് തള്ളിവിട്ടു. ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിയെ പോലെ ബാക്കിയുള്ളവരും തെരുവിലിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യപ്പറ്റില്ലാത്ത ഭരണാധികാരിയാണ് പിണറായി എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രായമായവർ, അംഗപരിമിതർ, വിധവകൾ തുടങ്ങി സമൂഹത്തിന്റെ കൈത്താങ്ങ് വേണ്ടവരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. അവരെ കൈവിട്ട് കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി ഭരണം കൂപ്പുകുത്തിയെന്നും വിമർശനങ്ങൾ പിണറായിക്ക് നേരെ ഉയരുന്നുണ്ട്. ഇന്ധന സെസ്, മദ്യത്തിൽ നിന്നുള്ള സെസ്, കേന്ദ്ര സഹായം ഇവയെല്ലാം ക്ഷേമ പെൻഷന്റെ പേരിലാണ് സർക്കാർ മുക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം പലപ്പോഴും മുടങ്ങുന്നുണ്ട്. കേരളത്തിലെ നികുതിദായകർ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ നൽകുന്ന ഈ പണം അഴിമതിക്കും ആർഭാടത്തിനും വിനിയോഗിക്കുന്നത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. ഇതിൽ സർക്കാർ മാത്രമാണ് പ്രതിസ്ഥാനത്ത്. എന്തായാലും ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം, എത്ര നൽകണം, ആർക്ക് നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണ്. ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം, കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരുന്നോണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് പ്രതിപക്ഷം ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.